ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ലാഗ് ഫിക്സിങ് ഫയലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലാഗ് ഫിക്സിങ് ഫയലിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഫയൽ തന്നെയാണ്. ഈ ഒരു ഫയൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഗ് ആവട്ടെ, ഓട്ടോ ബാക്ക് ആവട്ടെ, ലേറ്റ് ലോബി, അങ്ങനെ കുറേ പ്രോബ്ലംസ് നമ്മുടെ ലോ ആൻഡ് ഡിവൈസിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ആ പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫ്രീ ഫയർ, അതേപോലെ തന്നെ ഫ്രീ ഫയർ മാക്സിന് വേണ്ടിയിട്ട് 2 ഫയൽസ് ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ഫയൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താക്കണം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫയലൊന്നും വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നുമ്പായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് 200 ഫോളോവേഴ്സ് വരെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് ഉണ്ട്, കമൻ്റ് ഉണ്ട്, ഷെയർ ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിലേക്കാണ് ഫോളോവേഴ്സ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഐ ഡി ഒന്നും ബാൻ ആവാൻ പോകുന്നില്ല, കാരണം ഇത് നല്ലൊരു ടൂൾ തന്നെയാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ 15 ഫോളോവേഴ്സാണ് എൻ്റെ ഐ ഡിയിലേക്ക് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് ഇവിടെ സ്റ്റാർട്ട് അടിച്ചിട്ടാകുമ്പോൾ നമ്മുടെ ഐ ഡിയിലേക്ക് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ആവാൻ സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഫയൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫയലിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് സെഡ് ആർച്ചിവറിലേക്ക് വരാം. സെഡ് ആർച്ചിവറിൽ വന്നതിന് ശേഷം ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റയിൽ വന്നിട്ട് നമ്മുടെ com.dts.freefire.th ഡാറ്റയിൽ വരാം, ഫയൽസിൽ വരാം, കണ്ടൻറ്റ് ക്യാഷിൽ ഇവിടെ ഓപ്ഷണൽ എന്ന് പറയുന്നൊരു ഫോൾഡർ കാണുന്നുണ്ട്. ആ ഒരു ഓപ്ഷണൽ ഫോൾഡർ കട്ട് ചെയ്ത് നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കണം. ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഓപ്ഷണൽ ഫോൾഡർ കട്ട് ചെയ്ത് പേസ്റ്റ് അടിച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഹിയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പാസ്വേഡ് കിട്ടില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടൂ. അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റ് ആയി കിട്ടും. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ നമ്മൾ ഡാറ്റ കണ്ടിട്ടുണ്ടായിരുന്നു, ആൻഡ്രോയിഡ് ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റയിൽ വന്നതിന് ശേഷം com.dts എന്ന് പറയുന്നൊരു ഡാറ്റയുണ്ട്. ആ ഒരു ഡാറ്റ സിമ്പിളായിട്ട് ഡിലീറ്റ് അടിച്ച് കളയാം. ആദ്യം അത് ഡിലീറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഡൗൺലോഡ്സിൽ വന്നതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഫയലിൻ്റെ ഡാറ്റ സിമ്പിളായിട്ട് കട്ടടിക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് അടിച്ച് കൊടുക്കുക. നമ്മളുടെ ഡാറ്റയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് അടിക്കുക. അപ്പോൾ പേസ്റ്റ് അടിച്ചിട്ടാകുമ്പോൾ നമ്മളുടെ ഡാറ്റ ഇവിടെ ആൻഡ്രോയിഡിൽ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായ നമ്മളെ ഓപ്ഷണൽ ഫോൾഡർ ഇവിടെ നിന്ന് കട്ടടിച്ചിട്ട് ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റ com.dts.freefire.th ഫയൽസ് കണ്ടൻറ്റ് ക്യാഷിൽ വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് അടിച്ച് കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ അപ്ലൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തായിട്ട് ഗെയിം പ്ലേ ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കുക. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.